ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നത് ചെറിയ വണ്ടികളിലാണ്. ചെറിയ വണ്ടികളിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് വലിയ കാറുകൾ ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് വലിയ കാറുകൾ എന്ന് പറയുന്നത് ഇന്നോവ അല്ലെങ്കിൽ സൈലോ അല്ലെങ്കിൽ നമുക്ക് ടാറ്റ സുമോ പോലെയുള്ള വണ്ടികൾ, കുറച്ചും കൂടെ വലിയ വണ്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള വലിയ കാറുകൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിന് ഞാൻ തിരക്കുള്ള ഒരു റോഡിൽ തന്നെയാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എനിക്ക് വലിയ വണ്ടി ഓടിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. കാരണം ചെറിയ കാറുകൾ ഓടിക്കുന്ന ഏതൊരാൾക്കും വലിയ വണ്ടി ഓടിക്കാൻ കഴിയും. വലിയ വ്യത്യാസമൊന്നുമില്ല. ഡ്രൈവിങ്ങിൽ വരുന്ന മെത്തേഡുകൾക്ക് വ്യത്യാസമില്ല. വാഹനത്തിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്, വണ്ടിക്ക് കുറച്ച് വീതിയുണ്ട്. ഇത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഡ്രൈവിങ്ങിൽ പങ്കുവെക്കുന്നത് വലിയ കാറുകൾ എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാം. വലിയ കാറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്നോവ നിങ്ങൾക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കും ആണെങ്കിലും കുറച്ച് വലിയ വണ്ടി, സാധാരണ കാറുകളെ അപേക്ഷിച്ച് വരുന്ന കുറച്ച് വലിയ വണ്ടികളുണ്ടല്ലോ, ഇന്നോവ അല്ലെങ്കിൽ ഒരു ബൊലേറോ അല്ലെങ്കിൽ ഒരു സൈലോ പോലെയുള്ള വണ്ടി അല്ലെങ്കിൽ ഒരു ടാറ്റ സുമോ പോലെയുള്ള ഒരു വാഹനം, അത്തരത്തിൽ വരുന്ന ഏത് റേഞ്ചിലുള്ള ഒരു വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാനായിട്ടുള്ള സിമ്പിൾ ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ചെറിയ വാഹനം ഓടിക്കുന്ന ഏതൊരാളാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ടും കുറച്ചും കൂടെ വലിയ വണ്ടികൾ ഓടിക്കാൻ കഴിയും. അതിനുള്ള ട്രിക്കുകൾ, ടെക്നിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വലിയ വാഹനങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. വലിയ വണ്ടികൾ എന്ന് പറയുന്നത് ചെറിയ വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഹൈറ്റ് വാഹനത്തിനുണ്ടായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് വീതി വാഹനത്തിന് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വലിയ കാറുകൾ ഓടിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റോഡ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ലഭിക്കും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുൻവശത്തിൻ്റെ ബോണറ്റ് ഏരിയ എല്ലാം നന്നായിട്ട് കാണാം. അതുപോലെ തന്നെ വണ്ടികളിലുള്ള മിററുകളെല്ലാം വലിപ്പമുള്ള മിററുകളായിരിക്കും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെൻറ്ററിലും വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. നല്ല രീതിയിലുള്ള വ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷനാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നത് ടാറ്റ സുമോ ഗോൾഡ് എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് കുറച്ച് ടഫാണ് ഓടിക്കാൻ. എന്നാൽ ഇതിൻ്റെ മെത്തേഡുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇന്നോവയാണെങ്കിലും ബൊലേറയാണെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയുന്നതാണ്. ഇതിൽ വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡൽ നിങ്ങൾ നോക്കുക. ഈ സെൻറ്റർ പോയിന്റിൽ വരുന്ന ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കും ആക്സിലറേറ്ററും നിങ്ങളുടെ വലത്തെ കാൽ ഉപയോഗിച്ച് യൂസ് ചെയ്യുക. ഇടത്തെ കാലുകൊണ്ട് നമുക്കിത് ഇതുപോലെ ക്ലച്ച് യൂസ് ചെയ്യാം. ഏകദേശം ഇത്ര ഒരു സ്പേസ് ക്ലച്ചിന് വരുന്നുണ്ട്. അത് ഈ ഒരു ടാറ്റ സുമോ ഗോൾഡ് ആയതുകൊണ്ടാണ്. എന്നാൽ ഇന്നോവയാണെങ്കിൽ ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും ചെറിയ വണ്ടികളിൽ വരുന്നത് പോലെ തന്നെ അടുത്തടുത്തായിട്ട് തന്നെയാണ് ഈ 3 പെഡലുകളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ പാട് വരത്തില്ല. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുക. വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ബ്രേക്ക് കാലെടുത്ത് വെക്കുക. എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടി താക്കുന്നു. വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വാഹനത്തിന് പവർ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് ഓടിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ഗിയർ ലിവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നീളം കൂടിയ ലിവറാണ്. അതുകൊണ്ട് ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ലിവർ ഞാൻ ഒന്ന് ന്യൂട്രാക്കുകയാണ്. ന്യൂട്രാക്കി കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ സാധാരണ ചെറിയ വണ്ടിയിൽ ഗിയർ ഇടുന്ന പോലെ തന്നെ ന്യൂട്രൽ പൊസിഷന് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, മുകളിലേക്ക് ഇടുക. ഫസ്റ്റ് ഗിയർ കറക്റ്റ് ഇടാം. എന്നിട്ട് സാധാരണ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് പോലെ റിലീസ് ചെയ്യുക. റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, സെൻറ്റർ മിറർ നോക്കുക. ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വലിയ വണ്ടികൾ എടുക്കുമ്പോൾ ഓഫ് ആകില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ വാഹനം കറക്റ്റ് ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്ന ടൈമിൽ തന്നെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങും. നമ്മളിത് ഇപ്പോൾ ഞാൻ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ബ്രേക്കിൽ നിന്ന് ഞാൻ പതുക്കെ അയച്ചപ്പോൾ തന്നെ എൻ്റെ വണ്ടി ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നപ്പോൾ തന്നെ അനങ്ങി തുടങ്ങി. വണ്ടി അങ്ങനെ ഓഫ് ആകാനുള്ള
സാധ്യതകൾ കുറവാണ്. ക്ലച്ച് നിന്ന് അയക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇനി പതിയെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ മതി. ഇത്ര ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നോക്കുക, റോഡിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യൂ നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് റോഡ് മനസ്സിലാക്കി വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ഓക്കെ, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ആക്സിലറേഷൻ കുറയ്ക്കുക, സാധാരണ ചെറിയ വണ്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ക്ലച്ച് പിടിക്കുന്നു. സെക്കൻഡ് ഇടാനായിട്ട് കൈ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, താഴോട്ട് വലിച്ചിടുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാം. ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾക്ക് ഇത്ര ഹൈറ്റുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഇടത് ചേർന്നാണ് പോകുന്നതെന്ന് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗം നല്ല ക്ലിയർ വ്യൂ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കാറുകൾ ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി, ഇവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ സൈഡ് വശം നമുക്ക് മനസ്സിലാവും. അത് ഈ വലിയ കാറുകളുടെ ഒരു പ്രത്യേകതയാണ്. അതിപ്പോൾ ഇന്നോവയാണെങ്കിൽ കുറച്ചൊരു ചെരിവായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. എന്നാലും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഈ സൈഡിൽ നിർത്തുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വാഹനം ഇവിടെ നിർത്തുന്നു. കൃത്യമായിട്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സാധാരണ വാഹനങ്ങൾ എടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്ത് പോയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ഞാൻ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം മുന്നിൽ നിന്ന് കുറേയധികം വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുന്നു. നിങ്ങൾ നോക്കുക, വണ്ടി ഓഫ് ആകത്തില്ല. കറക്റ്റായിട്ട് നമ്മളിവിടെ എടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു. ഓക്കെ, വീണ്ടും നമ്മളിത് ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ജസ്റ്റ് ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ചേർത്ത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി സ്റ്റിയറിംഗ് ബാലൻസ് ആണ് നിങ്ങൾക്കൊരു പേടി. സ്റ്റിയറിംഗ് ബാലൻസ് സിമ്പിളാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകുന്നു. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നമ്മളിവിടെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് വന്ന് നമ്മളിവിടെ വണ്ടി തിരിയാനായിട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഒരു ജംഗ്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾ തിരിയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം, എന്നിട്ട് ക്ലച്ച് നയിക്കുന്നു. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, ഫുൾ ക്ലച്ച് ചവിട്ടുക. ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു. ലിവർ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ജസ്റ്റ് മേളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ തേർഡ് ഗിയർ വീഴും. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് മൂന്നാമത്തെ ഗിയർ ഇടാം. കണ്ടോ? മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വാഹനം പോകുന്നു. സ്ട്രെയിറ്റ് റോഡാണ്. ജസ്റ്റ് ബ്രേക്ക് കാല് വരുന്നു. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിക്കുക. ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. കണ്ടോ? തൊട്ട് താഴെയാണ് നാലാമത്തെ ഗിയർ വരുന്നത്. നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ചെറിയ വണ്ടിയിൽ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ളൂ. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വലിയ കാറുകളിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, തേർഡ് ഗിയറിലേക്ക് ഞാനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് സെക്കൻഡ് ഗിയറിലാണ് തിരിയുന്നത്. കാരണം നമ്മളിവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആണ്. അത് ഈ ഒരു വലിയ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് വലി മുട്ടുന്നതിന് മുന്നേ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനിപ്പോൾ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ തേർഡ് ഗിയർ ഇടുന്നു. ഓക്കെ, തേർഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലായിട്ടൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറ്റത്തെ എത്തി വലി മുട്ടിച്ച് നമ്മൾ ഗിയർ ഇടാതെ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ ഇടണം. ഇപ്പോൾ ഇവിടെ മുന്നിലൊരു കയറ്റമുണ്ട്. ഞാൻ ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടിട്ട് നേരത്തെ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കയറ്റം ഈസി ആയിട്ട് കയറും. ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഗട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? നേരത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടോ വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് നിങ്ങൾ വലിയ വാഹനങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയും. വേറെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും വാഹനത്തിലില്ല. നമുക്ക് ഹൈറ്റിലുള്ള വാഹനമായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്, വണ്ടി ഓടിക്കാൻ വളരെ സുഖമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വലിയ വണ്ടികൾ ഓടിക്കാനാണ്. കാരണം നമുക്ക് നല്ല വ്യൂ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ചെറിയ വാഹനങ്ങളെ അപേക്ഷിച്ച് വലിയ വണ്ടികൾ ഓടിച്ചു കഴിഞ്ഞാൽ വേറെ കുറേ പ്രത്യേകതകളും ഉണ്ട്. അതായത് നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾ നമുക്ക് സൈഡ് ഒതുക്കി തരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾക്ക് വലിയ കാറുകൾ ഓടിക്കാനായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.